വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വേലായുധനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, നമ്മൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ പറഞ്ഞിരുന്നതല്ലേ, അതുകൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, പൈസ കിട്ടിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിയണ്ട, പോയി പൈസ എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയും അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം പൈസ ഇല്ലാതെ ഞാൻ പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം ഹോട്ടൽ പണിയൊക്കെ നടത്തുന്നതല്ലേ, പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ കാശുണ്ടാവില്ല, എടുത്തുകൊണ്ട് വരാൻ പറയുമെന്ന് പറയുകയാണ്. അന്നേരവും ഗോപാലകൃഷ്ണൻ പോയിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേലായുധൻ പോകാനായിട്ട് തയ്യാറാകുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നീ നിൻ്റെ ശവക്കുഴി സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി കാശെടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയും നോക്കുന്നുണ്ട്, വേലായുധനെയും നോക്കുന്നുണ്ട്. എന്നിട്ട് ശാരദയെ അകത്ത് പോകുന്ന ദേഷ്യപ്പെടുമ്പോൾ ശാരദാമ്മ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അകത്ത് നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പൈസ കൊണ്ടുവരാനായിട്ട് ഭാവമില്ലെങ്കിൽ ഞാൻ എനിക്കറിയാവുന്നതൊക്കെ എല്ലാവരോടും വിളിച്ചു പറയും, ഇപ്പം തന്നെ അറിയിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങിയിട്ട് ഇപ്പം നീ ആരെയും വിളിക്കണ്ട എന്ന് പറയുകയാണ്. എങ്കിൽ പോയി കാശെടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് വേലായുധൻ അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് പോകുന്ന ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ശാരദ എനിക്ക് അത്യാവശ്യമായിട്ട് 10,000 രൂപ വേണമെന്ന് പറയുകയാണ്. അന്നേരം അയാൾക്ക് കൊടുത്ത് വിടാനാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ തിരിയുമ്പോൾ, അങ്ങനെ പറയല്ലേ ശാരദ, തൽക്കാലം നിൻ്റെ കയ്യിലെ വളയെങ്കിലും ഇനി താന്ന് പറയുകയാണ്. അന്നേരം വളയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ എനിക്ക് ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, എന്തിനാണെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ വള ഇങ്ങനെ ബലമായിട്ട് പിടിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കൈ വേദനിക്കുന്നുണ്ട്, ഞാൻ തരാമെന്ന് പറയുകയാണ്. പക്ഷേ എനിക്ക് അറിയണം എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നതെന്ന്. അന്നേരം നിൻ്റെ ഭർത്താവ് ഭൂതകാലത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, അതൊന്നും പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബലമായിട്ട് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും വളയങ്ങ് ഊരി വാങ്ങുന്നുണ്ട്. അന്നേരം അയാളത് ഈ വള ഇപ്പോൾ രാത്രി ഇയാളിപ്പോൾ കൊണ്ടുപോയി എന്ത് ചെയ്യും, എവിടെ കൊണ്ടുപോയി പണയം വയ്ക്കുമെന്ന് ചോദിക്കുകയാണ്. അയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യമായത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അത് ബലമായിട്ട് ഊരി വാങ്ങിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉമ്മറത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അത് പറയുകയാണ്, ഇത് അവളുടെ കയ്യിൽ നിന്നും ബലമായിട്ട് ഊരി വാങ്ങിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ സ്വർണ്ണമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അയാളിങ്ങനെ വെയിറ്റൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് തൽക്കാലത്തേക്ക് ഇത് മതി, പിന്നെ നമ്മൾ തമ്മിലുള്ള കണക്ക് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു വരവ് കൂടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ അതും കൊണ്ട് പോവുകയാണ്. ഇന്നത്തേക്കായി തൽക്കാലം വേലായുധനെ പറ്റിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ആകെ പേടിച്ച മട്ടിലാണ് ഗോപാലകൃഷ്ണൻ നിൽക്കുന്നത്. അതിനുശേഷം ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗോപാലേട്ടാ ഇതൊക്കെയെന്ന്. അന്നേരം ഇപ്പം നീ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ അതൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുന്നുണ്ട്. എന്തൊക്കെയാ ഈശ്വര ഇതെന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ എല്ലാവരും അത്താഴം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഭാമയും രാഘവൻ നായരും രോഹിത്തും ശ്യാമയും പിന്നെ പപ്പിയും സത്യയും ഒക്കെ കഴിക്കുകയാണ്. പൊന്നിയാണെങ്കിൽ വിളമ്പുന്നുണ്ട്, ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്, എല്ലാവരും കഴിക്കുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പുളിമാങ്ങ അച്ചാർ വിളമ്പിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അയ്യോ വിളമ്പാനായിട്ട് പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. അന്നേരം എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മയ്ക്കും വിളമ്പി കൊടുക്കുകയാണ്. അന്നേരമാണെങ്കിൽ എനിക്ക് വിടട്ടെ എന്ന് പറഞ്ഞ് രാഘവൻ നേരം പ്ലേറ്റ് നീട്ടുന്നുണ്ട്. അന്നേരം കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി എന്ന് പറയുകയാണ്. അന്നേരം കൈപ്പുണ്യം എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല എന്നിങ്ങനെ സത്യഭാമയും പറയുകയാണ്. അന്നേരം അസലായിട്ട് അത് ശാലിനിക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ രാഘവൻ നേരം പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും എന്നാൽ എനിക്കും കൂടി വിളമ്പിയെന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിളമ്പാനായിട്ട് വരികയാണ്. അന്നേരം രോഹിത്തിനെ ഇങ്ങനെ തട്ടുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വേണ്ടാന്ന് പറയാനായിട്ട്. പക്ഷേ രോഹിത്തൊന്നും പറയുന്നില്ല, ശാലിനി വിളമ്പി കൊടുക്കുന്നുണ്ട്, രോഹിത് അത് കഴിക്കുന്നുമുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് വേണ്ടതെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ, ഓ ഇത് അമ്മ ഉണ്ടാക്കുന്നതല്ലേ, അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഇതല്ലേ, എന്നും കഴിച്ച് ഞാൻ മടുത്തു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത് പറയുകയാണ്, എന്നിട്ട് നീ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുന്നുണ്ട്, കൊച്ചുങ്ങൾ വരെ ചിരിക്കുകയാണ്. ശ്യാമയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം സത്യഭാമ രാഘവൻ നായർ പറയുന്നുണ്ട്, അത് പിന്നെ ശാരദാമ്മ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ശ്യാമ ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണമെന്ന് പറയുകയാണ്. അന്നേരം അത് നല്ലതാണ് എന്നിങ്ങനെ രാഘവൻ നായർ ശരിവയ്ക്കുന്നുണ്ട്. അന്നേരം ഊട്ടി പോവാം എന്നിങ്ങനെ പപ്പി പറയുകയാണ്. കൊടൈക്കനാലും പോകണമെന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഓ മഞ്ഞും മഴയെന്ന് കൊള്ളാനെന്ന് എനിക്ക് വയസ്സാങ്കല്ല, താനൊന്നും വയ്യ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം
സത്യഭാമ പറയുന്നുണ്ട്, എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം. പക്ഷേ ഊട്ടി കൊടൈക്കനാലും ഒന്നുമല്ല പോകുന്നത്, നമുക്ക് കണ്ണനെ കാണാൻ പോകാം, ഗുരുവായൂർക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഗുരുവായൂർ അമ്പലമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം അത് കൊള്ളാം, അത് മണിയടിക്കാനുള്ള ഏർപ്പാടാണ് എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോവുകയല്ലേ. അന്നേരം ശാലിനി പക്ഷേ ആ ബിസിനസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എല്ലാ ബിസിനസ്സുകാരും ആദ്യം പോയി കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് കണ്ണനെ തന്നെയാണ്, നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും പറയുമ്പോൾ, ഈ മാസം വലിയ തിരക്കാണ്, മന്ത്രിമാരൊക്കെ വരുന്ന മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുകയാണ്. എന്നാലും വരാൻ നോക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് രോഹിതനോട് ഭാമ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, കുട്ടികൾക്ക് ഈ മാസം പരീക്ഷയല്ലേ, അപ്പോൾ കുട്ടികളെ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവും ചോദിക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, പിന്നെ IASനല്ലേ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നതെന്ന്. അന്നേരം ഞാൻ കുട്ടികളുടെ ഭാവി ഓർത്താണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ശ്യാമ ഇഷ്ടമല്ലാതെ രീതിക്ക് പറയുകയാണ്. അന്നേരം പറയുകയാണ്, അത്ര കഷ്ടപ്പെടാണെങ്കിൽ നീ നിൻ്റെ കൊച്ചിനെ വിടണ്ട, ശാലിനി അവളുടെ സത്യം വിട്ടോളും അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോകുമെന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട് മോളെ എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. നിൻ്റെ അമ്മ ഇപ്പോഴും ആ പഴയ കാളവണ്ടി കാലത്ത് തന്നെ നിൽക്കുകയാണ്, പുതിയൊരു വണ്ടി വിളിച്ച് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറയുമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, വരുന്നവരെല്ലാവരും കൂടി തിരക്കിയിട്ട് നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഭാമ പറയുന്നുണ്ട്. രോഹിത് അത് ശരിയും വയ്ക്കുന്നുണ്ട്. തുടർന്ന് കഴിഞ്ഞ ശേഷമാണ് രാഘവൻ നേരെ എഴുന്നേറ്റ് പോകുന്നത്. അന്നേരം മോളിരിക്കാനായിട്ട് ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ വന്നിട്ടിരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അവൻ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ടെറസിലുണ്ട്, കാറ്റുകൊണ്ടിരിക്കുകയാണ്, വിശപ്പാകുമ്പോൾ വന്ന് കഴിച്ചോളൂ എന്ന് പറയുക. അന്നേരം ഭാമയും രാഘവൻ നായരും ഒക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അന്നേരം സത്യം നോക്കിയിരിക്കുകയാണ്. അന്നേരം എനിക്ക് മതി എന്ന് പറയുമ്പോൾ മുഴുവൻ കഴിക്കുക എന്ന് പറയുകയാണ്. അന്നേരം പപ്പിയോട് ശ്യാമ കഴിക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു, സത്യം ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ടങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ തുടർന്ന് രോഹിത്തും എഴുന്നേൽക്കുന്നുണ്ട്. രോഹിത്തിനോട് പപ്പിയെ കൂടി കഴിച്ചു കൊടുക്കണേ എന്നൊക്കെ ശ്യാമ പറയുകയാണ്. തുടർന്ന് ശാലിനി അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ ശാലിനിക്ക് മുഖം കൊടുക്കുന്നേ ആകെ ദേഷ്യം. ശാലിനിക്ക് ആ ദേഷ്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ ശാലിനി ആണെങ്കിൽ അച്ചാർ എടുത്തിട്ട് എല്ലാവരും പോയി, ഇനി എൻ്റെ ഈ അച്ചാർ എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് വേണ്ടായെന്ന് പറയുകയാണ്. സത്യാമ്മയുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, നീ എന്താ ശ്യാമ ഇങ്ങനെയും ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സത്യാമ്മയ്ക്കാണെങ്കിൽ സ്നേഹിച്ച് മുകളിൽ കയറ്റുന്നത് പോലെ തള്ളി താഴെ ഇടാനും അറിയാം എന്ന് പറയുകയാണ്. അന്നേരം നിനക്കെന്താ ഒരു ഭീഷണിയുടെ സ്വരവും ചോദിക്കുകയാണ്. അന്നേരം അതേ ഭീഷണിയുടെ സ്വരം തന്നെയാണ്, ഞാൻ അങ്ങോട്ട് മുങ്ങുകയാണെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് മുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശ്യാമ എഴുന്നേറ്റ് പോവുകയാണ്. അന്നേരം ശാലിനിക്ക് ആകപ്പാടെ ഒരു വിഷമാവുന്നുണ്ട്. പക്ഷേ ശ്യാമയുടെ മനസ്സിലാക്കുന്നില്ല. ഇനിയിപ്പോൾ പപ്പിയുടെ കാര്യം പറയുമെന്നായിരിക്കും ശ്യാമയുടെ പറയുന്നത്. പക്ഷേ അത് പറഞ്ഞാലും സത്യഭാമയ്ക്ക് ശാലിനിയോട് ദേഷ്യവും തോന്നുന്നില്ല. അവിടെ ശ്യാമയായിരിക്കും ഒറ്റപ്പെടാനായിട്ട് പോകുന്നത്. അത് ശ്യാമയുടെ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതേ സമയം അവിടെ ബാൽക്കണിയിൽ വിഷ്ണു ആണെങ്കിൽ സത്യഭാമ പറഞ്ഞ പഴയ ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. രാജാവിനെ പോലെ ജീവിക്കണോ അതേ പട്ടിണി അനുഭവിച്ച് ജീവിക്കണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശാലിനി ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നത്. അന്നേരം ശാലിനി വിചാരിക്കുന്നത് വിഷ്ണു ജോലി പോയ വിഷമത്തിൽ നിൽക്കുന്നു എന്നാണ്. അന്നേരം ജോലി പോയ വിഷമത്തിൽ ഇരിക്കുകയാണോ, അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അതൊരു താൽക്കാലിക ജോലിയായിരുന്നില്ലേ, വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വന്നതാണ്, നമുക്കൊരു പാട്ടൊക്കെ പാടിയാലോ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ തോളിലേക്ക് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അല്പം സമാധാനത്തിന് വേണ്ടി വന്നതാണ്, എന്നെ വെറുതെ വിടുന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു. അന്നേരം എങ്ങോട്ട് പോകാനാണ്, ബീച്ചിൽ പോയിരിക്കുമോ, പിന്നെ അവിടെ പോയി കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ടത്തേക്കല്ലേ വരേണ്ടത്, അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അതിപ്പോൾ രാമേട്ടൻ തിരിച്ചു വന്നാൽ കയറുന്ന ജോലിയല്ലേ, പോകുന്ന ജോലിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ജോലി പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. പകരം അമ്മ എനിക്ക് ഇവിടെ ഒരു ജോലി തന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി കൈ ഇങ്ങനെ പതിയെ മാറ്റുന്നുണ്ട്. മനസ്സിലായി, പഴയ ഗുണ്ടാപ്പണിയല്ലേ, കൊട്ടേഷൻ പണി, അടിയും ഇടിയും ഒക്കെ നിത്യ തൊഴിലാക്കിയ ഗുണ്ടാപ്പിരിവ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗുണ്ടാപ്പിരിവല്ല, മുതലാളി എന്നിങ്ങനെ പറയുകയാണ്. പണം കൊടുത്ത് പണം വാങ്ങുന്ന മുതലാളി എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ പഴയ പണിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കും, ഞാനത് നടപ്പിലാക്കും, അമ്മ തീരുമാനിച്ചാൽ പിന്നെ നടപ്പിലാക്കാൻ എനിക്ക് പറ്റാതെ വരില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിലും ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, അന്നത്തെ വിഷ്ണുവേട്ടനല്ല ഇന്നത്തെ വിഷ്ണുവേട്ടൻ, അന്ന് നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തമല്ല ഇന്ന് ഓടുന്നത്, ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതുപോലെ പഴയ ശാലിനിയല്ല ഞാൻ, പിന്നെ എനിക്ക് ഇന്ന് 4 ആൾ അറിയുന്ന ഒരു ജോലിയുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ട്, നിലയും വിലയും ഒക്കെ ഉണ്ട്,
അപ്പോൾ എൻ്റെ ജോലിക്കൊരു തടസ്സമായിട്ട് വിഷ്ണുവേട്ടൻ്റെ ജോലി വന്നാൽ എനിക്ക് എൻ്റെ ഇന്നത്തെ കണ്ടില്ലേ താക്കോൽ വാങ്ങിച്ച് തിരികെ ഏൽപ്പിക്കേണ്ടി വന്നത്, അതുപോലെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, എൻ്റെ പിന്നെ പവർ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ ശാലിനി കർക്കശമായിട്ട് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് കുറച്ചുകൂടി ദേഷ്യം വരികയാണ്. അന്നേരം ഓഹോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ്, മാഡത്തിൻ്റെ പരിധിയിൽ ഞാൻ അധികാരം കൈകടത്താനായിട്ട് വന്നില്ലല്ലോ, അതുപോലെ എൻ്റെ അധികാര പരിധിയിൽ മാഡവും കൈകടത്താനായിട്ട് വരണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് വിഷ്ണു പോകാൻ തുടങ്ങും. വീണ്ടും ശാലിനി പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഇറങ്ങി പുറപ്പെടാനായിട്ട് തീരുമാനിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേ തീരുമാനിച്ചു. എന്നെ ഇവിടെ നിയന്ത്രിക്കാനായിട്ട് മുതലാളിമാരില്ല, അല്ല മേലുദ്യോഗസ്ഥരില്ല, സമയക്രമങ്ങളില്ല. പിന്നെ ഈ പരിപാടി എന്ന് പറയുമ്പോൾ പൈസ കൊടുത്തിട്ട് അതിൽ തിരിച്ചു തരാതെ മുടക്കം പറയുന്നവനോട് ഹരിനാമ കീർത്തനം ചൊല്ലിക്കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. പറയേണ്ടതുപോലെ ചെയ്യാൻ മാത്രമേ ഇത് വിജയിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ജില്ലാ കളക്ടർ വരാതിരുന്നാൽ മാത്രം മതി, വന്ന് പെടാതിരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിടെ കർക്കശമായിട്ട് തൻ്റെ തീരുമാനം പറയുകയാണ്. അന്നേരം ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണു ആ തീരുമാനം എടുത്തു എന്നുള്ള ആ ഒരു പഴയ വിഷ്ണുവിൻ്റെ ഭാവവും ദേഷ്യവും ഒക്കെ മുഖത്ത് വരുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്, സങ്കടം വരികയാണ്. ഈ സമയത്ത് രാഘവൻ നായർ അവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ ലാസ്റ്റ് വാചകം മാത്രമേ രാഘവൻ നായർ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ശാലിനി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി നമ്മൾ തമ്മിൽ ഇതിനൊരു സംസാരമില്ല, പക്ഷേ എൻ്റെ ഒരു അധികാര പരിധിയിലേക്ക് വിഷ്ണുവേട്ടൻ വന്ന് പെടാതിരിക്കുക, അങ്ങനത്തെ രീതിക്ക് വിഷ്ണുവേട്ടൻ്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാതെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ പവർ ഞാൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയുകയാണ്. അന്നേരം പെട്ടെന്ന് രാഘവൻ നായരെ കാണുന്നുണ്ട്. പക്ഷെ രാഘവൻ നായർ അത് കേട്ടു എന്ന് രണ്ടുപേരും കാണുകയാണ്. പക്ഷെ എന്നിട്ട് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഇതിൽ നിന്നുണ്ടാകുന്ന അപകടമൊന്നും പറയാനോ ഒന്നും അല്ല വന്നത്. പക്ഷേ ഇതാണെങ്കിലേ ഒരു മരണക്കിണർ തന്നെയാണ്, അതിലേക്ക് ഒരിക്കൽ ചാടിയാൽ പിന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇത് തുടങ്ങുന്നതിനോട് നിൻ്റെ അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ പഴയത് ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ആൾക്കാരും എല്ലാവരും ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ യുദ്ധതന്ത്രങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വിജയിക്കുന്നവന് മാത്രമേ കയ്യടി ഉണ്ടാവുകയുള്ളൂ. ആ കയ്യടി നേടുന്നതിലാണ് നിന്റെ വിജയം. പിന്നെ ഇതൊരു വാളാണ്, ഇത് തലയ്ക്ക് മേളിൽ എപ്പോഴും തൂങ്ങിക്കിടക്കും, ഈഡിപ്പസിൻ്റെ വാള് പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ വിഷ്ണുവോട് ചോദിക്കുകയാണ്. വിഷ്ണു ഒരക്ഷരം മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് രാഘവൻ നായർ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു അവിടെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ വിഷ്ണു തന്നെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്, ആ പഴയൊരു ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ ഇതിന് ശാലിനിയോടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഇതിന് കസേരയ്ക്കെതിരായിട്ട് വരരുതെന്നുള്ള രീതിയാണ്. അപ്പോൾ അതിനി എന്തെങ്കിലും പ്രശ്നം, അപ്പോൾ ശത്രുക്കൾക്ക് കൂടുതലൊരു അവസരം ഉണ്ടാവുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ഇറങ്ങുമോ എന്നുള്ളതൊക്കെയാണ്. എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.